ചെറുപ്പം മുതലേ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഉയരമില്ലാത്തവൻ എന്ന പരിഹാസം പലതവണ കേട്ടിട്ടുണ്ട് ഗണേഷ് ബരായ്യ. പക്ഷേ തളരാതെ അയാൾ മുന്നോട്ട് പോയി. ഡോക്ടർ ആവാനുള്ള മോഹവുമായി എത്തിയപ്പോൾ ചുറ്റുമുള്ളവർ മാത്രമല്ല, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും ചോദിച്ചു, ഉയരമില്ലാതെ നീ എങ്ങനെ രോഗികളെ നോക്കുമെന്ന്. കുള്ളൻ എന്താ ഡോക്ടർ ആയിക്കൂടെ എന്ന് ചോദിച്ച് നിയമയുദ്ധത്തിനിറങ്ങി ആ യുവാവ്. എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നതിന്റെ ഉത്തരമാണ് ഇപ്പോൾ നിങ്ങൾ ദൃശ്യത്തിൽ കണ്ടത്. കൂടുതൽ കാര്യങ്ങൾ അർജുൻ പീതാംബരൻ നമ്മളോട് പറയും. അർജുൻ, ഇതിലും വലിയൊരു ഉത്തരം അദ്ദേഹത്തിന് ആ സമൂഹത്തോട് അയാളുടെ മുഖത്ത് നോക്കി എങ്ങനെ നീ ഒരു ഡോക്ടർ ആവും എന്ന് ചോദിച്ചവർക്ക് കൊടുക്കാൻ കഴിയില്ലല്ലേ? എന്താണോ മനസ്സിലുറപ്പിച്ചത് അത് നേടിയിരിക്കുന്നു ഗണേഷ് ബരായ്യ. കൃത്യമായിട്ടുള്ള ആഗ്രഹവും പരിശ്രമവും ഒരുമിച്ചുണ്ടെങ്കിൽ ഒരു പരിമിതിക്കും ആരെയും തോൽപ്പിക്കാനാകില്ല എന്നതിനുള്ളൊരു ഉദാഹരണമാണ് നിലവിൽ ഭാവ്നഗറിലെ, ഗുജറാത്തിലെ ഭാവ്നഗറിൽ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറായി പരിശീലിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ 3 അടി മാത്രം ഉയരമുള്ള 23-കാരനായിട്ടുള്ള ഗണേഷ് ബൈരിയ എന്നുള്ള വ്യക്തി. പക്ഷേ ഈ ഒരു നിലയിലേക്ക് എത്താൻ വർഷങ്ങൾ നീണ്ട ഒരു നിയമ പോരാട്ടം തന്നെ അദ്ദേഹത്തിന് നടത്തേണ്ടിയിരുന്നു. ഈ ഉയരം എന്നുള്ള ഒരു പരിമിതി കൊണ്ട് തന്നെ നേരത്തെ നീറ്റ് ഉൾപ്പെടെ പാസ്സായി MBBS പ്രവേശനത്തിലേക്ക് പോകുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന് ഈ പരിമിതി കൊണ്ട് സീറ്റ് നിഷേധിക്കപ്പെട്ടത്. അന്ന് മെഡിക്കൽ കൗൺസിൽ സീറ്റ് നിഷേധിച്ച ഒരു പരിമിതി അദ്ദേഹത്തിൻ്റെ ഈ അംഗപരിമിതി കൊണ്ട് തന്നെ പിന്നീട് ഒരു വർഷങ്ങൾ നീണ്ട ഒരു നിയമ പോരാട്ടം തന്നെയായിരുന്നു. ആദ്യം അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പാളിനെ സമീപിക്കുന്നു. അതിനുശേഷം ഇരുവരും ചേർന്ന് ഭാവ്നഗർ ജില്ലാ കളക്ടറെയും പിന്നാലെ ഗുജറാത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയും സമീപിക്കുന്നു. അതിനുശേഷമാണ് ഇവർ ഒരു കേസ് നൽകുന്നത്. ഗുജറാത്ത് ഹൈക്കോടതിയിലായിരുന്നു ആദ്യം ആ കേസ് നൽകുന്നത്. ഈ ഗണേഷ് എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, മറ്റ് അംഗപരിമിതി കൊണ്ട് തന്നെ MBBS സീറ്റ് നിഷേധിക്കപ്പെട്ട മറ്റ് 3 പേര് കൂടി ആ കേസിലുണ്ടായിരുന്നു. പക്ഷേ അന്ന് അവർ പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് സുപ്രീം കോടതിയെ തന്നെ സമീപിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയായിരുന്നു. അതിനുശേഷം വർഷങ്ങൾ നീണ്ട ഒരു വാദത്തിന് ശേഷം 2018 ഇദ്ദേഹത്തിന് MBBS സീറ്റ് നൽകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവേശനം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിടുന്നത്. പക്ഷേ അപ്പോഴേക്കും ഈ ക്ലാസ്സുകളെല്ലാം തന്നെ അഡ്മിഷൻ പൂർത്തിയായി ക്ലാസ്സുകൾ ആരംഭിച്ചിരുന്നു. അതിനുശേഷമാണ് സുപ്രീം കോടതി പറയുന്നത് 2019 ഇദ്ദേഹത്തിന്, ഈ ഗണേഷ് ബൈരിയ എന്ന് പറയുന്ന വ്യക്തിക്ക് MBBS സീറ്റ് നൽകണം, പഠിക്കാനുള്ള അവസരം ഒരുക്കി നൽകണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടത്. അതിന് പിന്നാലെയാണ് അദ്ദേഹം 2019 MBBSന് കയറുന്നതും പിന്നീട് പഠിച്ച് ഇത്രത്തോളം ഒരു പ്രാക്ടീസ്, അല്ലെങ്കിൽ നിലവിൽ ഗുജറാത്തിലെ ഈ ഭാവ്നഗർ ജില്ലാ ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന തരത്തിലേക്ക് വലുതെടുത്തത്. ആളുകൾക്ക്, ആദ്യം എത്തുന്ന ആളുകൾക്കെല്ലാം തന്നെ അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു കൗതുകമുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് കൃത്യമായിട്ടുള്ള ചികിത്സ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ആദ്യം MBBS നിഷേധിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ആ സീറ്റ് നിഷേധിക്കപ്പെട്ടത് എമർജൻസി കേസുകൾ വരുമ്പോൾ ഉയരത്തിൻ്റെ പരിമിതി എന്നത് പലപ്പോഴും പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് പ്രശ്നമായി തീരുമെന്നുള്ളത് കൊണ്ടാണ് MBBSലേക്ക്, അല്ലെങ്കിൽ ആ സീറ്റ് അന്ന് നിഷേധിക്കപ്പെട്ടത്. പിന്നീടാണ് അത് സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്ന ഒരു വലിയ നിയമ പോരാട്ടമാകുന്നതും ഒടുവിൽ പരിശ്രമത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും എല്ലാം തന്നെ പിന്നാലെ അദ്ദേഹത്തിന് ആ സീറ്റ് ലഭിക്കുന്നതും ഇന്ന്. തീർച്ചയായും അർജുൻ, ഒരാളെ മുന്നിൽ കണ്ട് അയാളുടെ രൂപമൊക്കെ കണ്ടുകൊണ്ട് ഒരിക്കലും വിലയിരുത്താൻ പാടില്ല.